ഹായ്, ഹലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇഷ്ടമുള്ള, വളരെയധികം ഇഷ്ടമുള്ള ഒരു റോസ്റ്റ് ഉണ്ടാക്കാനാണ്. അത് ചെമ്മീൻ റോസ്റ്റ്. വളരെ രുചിപ്രദമായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ്. അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ഇന്ന് ഞാനിത് ഒരു കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടിയാണ് വെച്ചേക്കുന്നത്. അത് ഓൾറെഡി ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കട്ടിയായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുത്തു. അതും ഓപ്ഷണലാണ്. അത് വേണമെന്നവർക്കിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെക്കാം. പിന്നെ ഞാൻ പെരുംജീരകം ഇട്ട് കൊടുത്തു. പെരുംജീരകം ഇട്ട് എന്തിനാന്ന് വെച്ചാൽ അതുകൊണ്ട് ഒന്ന് നല്ല ഫ്ലേവർ ഉണ്ടാവും, നല്ല ടേസ്റ്റും ഉണ്ടാവും. പിന്നെ കറിവേപ്പില ഇട്ട് അതൊന്ന് പൊട്ടുന്നത് വരെ നോക്കും. ആ പൊട്ടിക്കഴിഞ്ഞ് കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കതിനകത്തേക്ക് നല്ല തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ചെറിയ ചെറിയ പീസുകളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഈ പെരുംജീരകം ഇടുന്നത് കൊണ്ട് ടേസ്റ്റും ഉണ്ടാവും, ഫ്ലേവറും ഉണ്ടാവും എന്ന് പറഞ്ഞല്ലോ. അത് ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോഴും ഈ പിന്നെ മുളകിട്ട മീൻകറി ഉണ്ടാക്കുമ്പോഴും ഈ പിന്നെ പെരുംജീരകം ഇടാറുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ചില മീനുകൾ എത്ര കഴുകിയാലും അതിൻ്റെ ഉളുമ്പ് മണം പോകത്തില്ല. അപ്പോൾ പിന്നെ ഈ പെരുംജീരകം കടുക് പൊട്ടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പെരുംജീരകം കൂടി ഇട്ടൊന്ന് പൊട്ടിക്കും ഞാൻ. അപ്പോൾ ഈ മീനിൻ്റെ ഉളുമ്പ് മണം ഈ കറിക്കകത്ത് ഉണ്ടാവത്തില്ല. ഓക്കെ. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ചിലപ്പം ഇതിൻ്റെ ടേസ്റ്റ് പിടിക്കണമെന്നില്ല. ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അതൊന്ന് പിന്നെ മൂത്ത് വരുമ്പോഴത്തേനും, തേങ്ങാക്കൊത്ത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ രണ്ടായിട്ട് കീറി വെച്ചേക്കുക. കാരണം വെള്ളക്കാന്താരി ഉണ്ടായിരുന്നുള്ളൂ, അതായിട്ടേക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടെ കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് വാടി അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് ഇട്ടാൽ മതി. ഇതൊന്നും കരിഞ്ഞു പോകരുത് കേട്ടോ. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അത് കഴിഞ്ഞിട്ട് സാധാരണ ഒരു ഇടത്തരം 3 സവോള ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചുവ മാറിയതിന് ശേഷമാണ് ഞാൻ ഈ ഇട്ട് കൊടുക്കുന്നത് സവോള. അപ്പോൾ സവോള ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് സവോള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഈ സമയത്ത് തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാൻ ഈ കറിക്ക് ആവശ്യമുള്ള ഒരു 1.25 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് സവോള വഴറ്റിയെടുക്കും. ഈ സവോള വഴറ്റുന്ന നേരത്തിന് സവോള പിന്നെ അടുക്കി പിടിക്കരുത്, കരിഞ്ഞു പോകരുത്. കരിഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഒരു ചെറിയ ഇപ്പോഴെല്ലാം നല്ല ഫ്ലെയിമിൽ തന്നെയാണ് കിടക്കുന്നത്. കാരണം വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് ഞാൻ, അതുകൊണ്ട് അടുക്കി പിടിക്കാറില്ല. ഇനി ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മുടെ ഈ പിന്നെ കറിവേപ്പില പെട്ടെന്ന് ചീഞ്ഞു പോവും ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ, അല്ലെങ്കിൽ വാടി കരിഞ്ഞു പോവും. അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതേമാതിരി ഒരു ട്രേ എടുക്കുക. അടപ്പുള്ളൊരു ട്രേ എടുത്തിട്ട് അതിനകത്തേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്നവർക്കാണ് പ്രശ്നം കൂടുതൽ വരുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് ഇതേമാതിരി ഇതിലാക്കുക. എന്നിട്ട് അതിനകത്തുണ്ട വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നിവർത്തി പുറത്ത് വെച്ചേക്കണേ. വെള്ളം നനവൊന്നും ഇല്ലാണ്ട് ഇതേമാതിരി ഒരു ടിന്നിനകത്ത് ഇട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടൊരു ടിഷ്യൂ പേപ്പറും കൂടെ വിരിച്ചിടുക.
ടിഷ്യൂ പേപ്പർ വിരിച്ചിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതേമാതിരി അടപ്പിൽ ഈർപ്പം പിടിക്കും. എന്നിട്ട് അതിനകത്തുള്ള ആ വെള്ളം ഇതിനകത്തേക്ക് ഇലയിലേക്ക് വീഴും. ഇലയിലേക്ക് വീഴുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പം ഇത് അഴുകി അതിനകത്ത് പൂപ്പൽ ഫംഗസൊക്കെ വരും. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഈ ടിഷ്യൂ പേപ്പർ വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും അറിയായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ അറിയാത്തവർക്കായിട്ട് പറഞ്ഞു തരുന്നു. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് പിന്നെ വഴണ്ട് വരുമ്പോൾ സവോള നന്നായിട്ട് ഒന്ന് വഴണ്ട് വന്നു. അപ്പോഴത്തേന് ഞാൻ അതിനകത്തേക്ക് മുളക് പൊടി ഒരു 3 സ്പൂൺ ഞാനിട്ടു. അത് കഴിഞ്ഞ് മല്ലിപ്പൊടി ഒരു 3.5 സ്പൂൺ ഇട്ടു. അപ്പോൾ റോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ മുളക് പൊടിയേക്കാളും കുറച്ചും കൂടെ കൂടുതൽ മല്ലിപ്പൊടി ഇടുന്നത് നന്നായിരിക്കും. എനിക്ക് ശാസ്ത്രീയമായിട്ട് പറയാൻ അറിഞ്ഞൂടാ, പക്ഷെ ടേസ്റ്റ് അതാ. പിന്നെ അതിൻ്റെ കളറും റോസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബ്രൗണിഷ് കളർ വരുമ്പോൾ അതൊക്കെ ഈ മല്ലിപ്പൊടി കുറച്ചുകൂടെ കൂടുമ്പോൾ അങ്ങനെ വരും. ഇനി ഇത് രണ്ടും ഇട്ടതിന് ശേഷം നമ്മൾ ഒന്ന് അതിൻ്റെ പച്ചച്ചോവ് മാറുന്നത് വരെ ഇട്ട് ഇളക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തീ കുറയ്ക്കണം. തീ കുറച്ചിട്ട് വേണം പിന്നെ ഇട്ട് ഇളക്കിയെടുക്കാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് തീ കുറച്ചിട്ട് ഒന്ന് പച്ചച്ചോവ് മാറുന്നവരെ ഇളക്കുക. ഇളക്കിയതിന് ശേഷം 3 തക്കാളി ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഒരു ഇടത്തരം 3 തക്കാളിയാണേ. അപ്പോൾ തക്കാളി ഇടുമ്പോഴത്തേന് പിന്നെ ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പ് കൂടുതൽ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറച്ച് ഇളക്കി കൂട്ടി വെച്ച് അതൊന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആ തക്കാളിയിൽ നിന്നുള്ള വെള്ളം ഇറങ്ങുകയും പിന്നെ അതേപോലെ തന്നെ ആ എണ്ണ അതിനകത്തുണ്ടായിരുന്ന എണ്ണയും തെളിഞ്ഞു വരുന്നതായിട്ട് കാണാം. അപ്പോൾ തീ കുറച്ച് മാത്രമേ വെക്കാവുള്ളൂ. ഈ സമയത്തൊക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കണം. അടിക്ക് പിടിക്കാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിനകത്ത് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. എണ്ണയും തെളിഞ്ഞു വരും. ഈ തക്കാളി ഒന്ന് നല്ല ജ്യൂസി ആയിട്ട് വരികയും ചെയ്യും. കുഴമ്പ് പരുവത്തിൽ വരും. അങ്ങനെ കുറച്ച് നേരം ഒന്ന് നമ്മൾ പണിയെടുക്കേണ്ടിയിരിക്കും. കാരണം ഇതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഇങ്ങനെ തന്നെ വേവിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ മാത്രമേ ആ റോസ്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുള്ളൂ. പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഇത് എടുത്ത് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രുചി മാറിപ്പോവും. കാരണം വെള്ളം ഒഴിക്കാണ്ട് തന്നെ ആ എണ്ണയിൽ ഒന്ന് നന്നായിട്ട് വാടി വരണം. അപ്പോഴേ ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് വരുള്ളൂ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അടിക്ക് പിടിക്കരുത്, അതെപ്പോഴും ശ്രദ്ധിക്കണം. ഓക്കെ, ഇതിനായിട്ട് ഞാൻ 3/4 കിലോയോളം ചെമ്മീനാണ് മേടിച്ചിട്ട് പിന്നെ അത് ക്ലീൻ ചെയ്ത് ഒക്കെ കളഞ്ഞ് കഴിയുമ്പോൾ പിന്നെ എത്ര ഉണ്ടാവുമെന്ന് എനിക്ക് എന്തായാലും ഒരു 400 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ ചെമ്മീൻ. അപ്പോൾ ഒരുവിധം സൈസുള്ള ചെമ്മീനായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചേക്കുക. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് 2ആയിട്ട് മുറിച്ചിടേണ്ട ആവശ്യമില്ല. കുറച്ചുകൂടെ വലുതാണെങ്കിൽ മാത്രം 2ആയിട്ട് മുറിച്ചിട്ടാൽ മതി. ഇതിപ്പോൾ വേവുമ്പോഴത്തേന് ചുരുണ്ട് ചെറിയ ചെറിയ പീസാവേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഗ്രേവി ഉണ്ടല്ലേ, നല്ല കുഴമ്പ് വരുവായി. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എണ്ണയും തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്ത ആ വെളിച്ചെണ്ണ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം. അത് ഇപ്പം എല്ലാവരും വിചാരിക്കും ഇപ്പം ഇട്ടുകൂടെ ചെമ്മീനെന്ന്. പക്ഷേ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറി കുറച്ച് നേരെ നമുക്ക് അത് വേവിച്ചെടുക്കാൻ പറ്റുള്ളൂ. കാരണം ചെമ്മീനൊരു സമയമുണ്ട്. ആ സമയം കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ചെമ്മീൻ ഒരുമാതിരി റബ്ബർ കണക്കാവും. അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ആ ചെമ്മീൻ്റെ ആ വേവുന്ന ഒരു സമയം മതിയാവും കറി വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് മാത്രം ചെമ്മീൻ ഇട്ട് കൊടുത്താൽ മതി. ഈ ഗ്രേവി ഇപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് ആവശ്യത്തിന് ഗ്രേവിയായി. ഇനി നമുക്ക് പിന്നെ
ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇപ്പോഴൊക്കെ ഫ്ലെയിം കുറച്ചിട്ടാൽ മതി കേട്ടോ, കൂടുതൽ ഫ്ലെയിം ഇടരുത്. ഇനി നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ ഇളക്കി നോക്കാം, ആവശ്യത്തിന് ഗ്രേവി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. ഈ ചെമ്മീനിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും വേവുമ്പോൾ. അപ്പം അപ്പം അത് നോക്കണം, നോക്കിയിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നല്ല വരണ്ടിരിക്കുക, അപ്പം കുറച്ചും കൂടെ ഒരു ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും പുട്ടിൻ്റെ കൂടെ ആയാലും ഒക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോഴും ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്, ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായിട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഈ ചെമ്മീൻ്റെ കുറച്ച് വെള്ളം ഇറങ്ങും, എന്നാൽ കൂടി അത് ഗ്രേവി അത്രയും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ചു വെച്ച് കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് അതിനകത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിരുന്നു, പക്ഷെ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ അതിനകത്ത് കുറച്ച് കറിവേപ്പിലയൊക്കെ ഇട്ട് അത് കഴിഞ്ഞ് വീണ്ടും അടച്ചു വെച്ചു. നോക്കുമ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ വെന്തിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്ത് ഉപ്പ് നോക്കിയിട്ട് പിന്നെ അവസാന നിമിഷമായിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം, കാരണം ആദ്യമേ നമ്മൾ മുളക് പൊടി ഇടുമ്പം ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനുള്ളത്. മുളക് പൊടിയേക്കായും ടേസ്റ്റ് കൂടുതൽ നിൽക്കേണ്ടുള്ളത് കുരുമുളക് പൊടിയുടെയാണ്. റോസ്റ്റ് എന്ന് പറയുമ്പോൾ റോസ്റ്റിന് കുരുമുളക് പൊടിയുടെ എരിവാണ് കുറച്ചും കൂടെ നിൽക്കേണ്ടുള്ളത്, അതാണ് ടേസ്റ്റ്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് ഇളക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണേ. അപ്പോൾ കണ്ടില്ലേ കറി റോസ്റ്റ് എന്താ, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റാണെന്ന്. ഞാൻ കഴിച്ച് നോക്കി, അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് നമ്മൾ മേടിച്ച് കഴിക്കാറില്ലേ, അതും ഇതേപോലെയൊക്കെ തന്നെ ചട്ടിയിലിട്ട് നന്നായിട്ട് വരട്ടി എടുത്തിട്ടാണ് അത്രയും ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. ഞാനിപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് എടുത്തത്. അപ്പോൾ നല്ല ചൂട് പുട്ടും ചെമ്മീൻ റോസ്റ്റും കൂടെ ഇളക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതേപോലെ അപ്പം, പിന്നെ ചപ്പാത്തി, പൊറോട്ട, ഇതിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.